സുഹൃത്തുക്കളെ, ലണ്ടനിലെ ഒരു പാലത്തിനരികിൽ വർഷങ്ങളായി ഒരു ഇരുമ്പ് പെട്ടിക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് യാചിക്കുന്ന ഒരാളെ എല്ലാവർക്കും സുപരിചിതമായിരുന്നു. ഒരു ദിവസം ആ വഴി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ആ യാചകൻ്റെ ഇരുത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. തല ഒരു വശം ചരിഞ്ഞ് ശരീരം തൂണിൽ ചാരി. ഇത് അടുത്തുള്ള ട്രാഫിക് പോലീസുകാരനോട് അവർ പറഞ്ഞു. 2-3 ആളുകളും കൂടി വന്നു. പോലീസുകാരൻ പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശരീരം പൊതുശ്മശാനത്തിൽ മറവ് ചെയ്യുവാനുള്ള ഏർപ്പാടുണ്ടാക്കുവാനും ആംബുലൻസ് വിളിക്കുവാനും പോലീസ് പറഞ്ഞു. എല്ലാവരും യാചകൻ്റെ ശരീരം താഴെ കിടത്തിയപ്പോൾ പെട്ടിയെടുത്ത് പുഴയിലേക്ക് എറിയാൻ പോലീസുകാരൻ എല്ലാവരോടും കൂടി പറഞ്ഞു. എന്നാൽ എറിയുന്നതിന് മുൻപ് ആ പെട്ടി ഒന്ന് തുറന്നു നോക്കാം എന്ന് കാഴ്ചക്കാരിൽ ഒരാൾ പറഞ്ഞു. ആ വൃത്തികെട്ട പെട്ടി കളയൂ എന്നായി പോലീസുകാരൻ. എന്നാൽ കാഴ്ചക്കാരിൽ 2-3 ആൾക്കാർ ആ പെട്ടി കളയുന്നതിന് മുൻപ് ഒന്ന് തുറന്നു നോക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അവസാനം പോലീസുകാരൻ സമ്മതിച്ചു. പെട്ടി ബലമേറിയ പൂട്ട് കൊണ്ട് ബന്ധിച്ചിരുന്നു. പൂട്ട് പൊളിക്കുവാൻ നാട്ടുകാർ ശ്രമിച്ചു, സാധിക്കുന്നില്ല. എന്നാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്നും മെഷീൻ കട്ടർ കൊണ്ടുവന്ന് ഒരാൾ പൂട്ട് പൊട്ടിച്ചു. പെട്ടി തുറന്നു. അതിനുള്ളിൽ വൃത്തികെട്ട കറുത്ത തുണിയിൽ എന്തോ ഒന്ന് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പോലീസുകാരൻ പിറുപിറുത്തു എല്ലാം എടുത്ത് പുഴയിലേക്ക് എറിയാൻ. എന്നാൽ ആളുകൾക്ക് ആകാംക്ഷയായിരുന്നു അതിൽ എന്താണ് എന്നറിയാൻ. ഒരാൾ തുണിക്കെട്ട് അഴിച്ചു. അപ്പോൾ അതിനുള്ളിൽ വേറൊരു തുണിക്കെട്ട്. ഓരോന്നഴിക്കും തോറും വേറൊന്ന്. ഇങ്ങനെ അവസാനം തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അതിനുള്ളിൽ വളരെ വിലപിടിച്ച രത്നങ്ങളായിരുന്നു. അതേ സുഹൃത്തുക്കളെ, ഇത്രയും വിലപിടിച്ച രത്നങ്ങളുടെ മുകളിൽ ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റാതെ മരിച്ച യാചകനെ പോലെയാണ് നമ്മളെല്ലാവരും. വളരെ വളരെ മൂല്യവത്തായ രത്നങ്ങളെക്കാളും വിലയുള്ള കഴിവുകൾ തലയിലേറ്റിയാണ് നമ്മൾ നടക്കുന്നത്. ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുവാൻ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ കഴിവുകൾ കണ്ടെത്തണം, ഉപയോഗിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.